ടാൻസൺ മാത്രമാണോ മോനായിട്ടുള്ള അതോ? ഇല്ല, എനിക്ക് അനിയനും അനിയത്തിയും രണ്ടുപേരും മ്യൂസിക്കിലുണ്ട്. ഓ അത് ശരി. ഓക്കെ. അവരും ഇതേ എത്രയായി അനിയനും അനിയത്തിയും? അനിയൻ സെക്കൻഡ് ഇയർ BSc, അനിയത്തി +2. ഞാനും അനിയനും പാടും, പിന്നെ പിയാനോ പഠിക്കുന്നുണ്ട്, പിന്നെ അനിയത്തി പാടും, വയലിനിസ്റ്റും കൂടിയാണ്. മോൻ എന്താ പഠിച്ചേ? മ്യൂസിക്? മീൻസ് ഞാൻ അക്കാഡമിക്സിൽ MCom ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജ്. ഓക്കെ. പിന്നെ മ്യൂസിക് ഇപ്പോൾ ട്രിനിറ്റിയുടെ കീബോർഡ് പിയാനോ പഠിക്കുന്നുണ്ട്, പിന്നെ വോക്കലും പഠിക്കുന്നുണ്ട്. ക്ലാസിക്കൽ. ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് ചെയ്തപ്പം ഫസ്റ്റ് മ്യൂസിക് ചെയ്തപ്പോഴേ അച്ഛനോട് പറഞ്ഞില്ലല്ലോ, പപ്പായോട് പറഞ്ഞില്ല, തന്നെ ഇരുന്നാ ചെയ്തത്. അപ്പൊ ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ എങ്ങനെ? ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയതോ വീട്ടിൽ ഇരുന്ന് തന്നെ? അപ്പൊ പപ്പ അറിഞ്ഞില്ലേ? ഇല്ല, രാത്രി ഞങ്ങളൊക്കെ ഉറങ്ങിക്കുമ്പോഴല്ലേ. ഓ, അപ്പൊ ഈ ഒച്ച ഒന്ന് കേൾക്കാൻ സോഫ്റ്റ് ആയിട്ടൊക്കെ കീബോർഡിലിരുന്ന് വായിക്കും. അതന്നെ ഞാൻ ചോദിക്കട്ടെ, പതുക്കെ ഒക്കെ ചെയ്യാൻ കാര്യം തന്നെ? പപ്പ വഴക്ക് പറയോ പഠിക്കാതിരുന്ന് നീ അത് ചെയ്യുക? അങ്ങനെയല്ല, എനിക്ക് ചെറിയ പല്ലവി പോലെ ഒന്ന് മുഴുത്തുന്നു, ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് ഞാൻ വേറെ വഴിക്കാണ് അറിഞ്ഞു കേട്ടാ, ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടക്കണം. അപ്പൊ ഒന്ന് പാടിക്കണമെന്ന് നിർബന്ധിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ടൈലന്റ്, ഇങ്ങനെ ഒരു കുറച്ചൊരു സാധനം കൂടി കയറ്റിയാലോ, അപ്പൊ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങോട്ട് പോയി. കയറ്റി ആയിട്ടില്ല. അവസാനം ഞാൻ യൂട്യൂബിൽ വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് അങ്ങനെ ഞാൻ പറഞ്ഞ സാധനം ഒന്നും അവൻ എടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് സന്തോഷം തോന്നിയേക്കാണെങ്കിലേ, അങ്ങനെ വേറെ ആളുടെ അഭിപ്രായം എടുക്കാണ്ട് സ്വന്തമായിട്ട് എന്റെ പാട്ട് ഇങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു കോൺക്രീറ്റ് ഐഡിയ ഉള്ളത് നല്ലത് തന്നെ. അപ്പൊ വേറൊരു ശൈലി കിട്ടുമല്ലോ നമുക്ക്. അത് കറക്റ്റാ, അത് ശരി. അപ്പൊ അമ്മ ഉണ്ടാവില്ലേ വീട്ടിൽ എപ്പോഴും? അമ്മച്ചി വഴക്കൊന്നും പറയത്തില്ല? ഓ നീ പഠിക്കാതെ മ്യൂസിക് ചെയ്യുവാന്നോന്നൊക്കെ ബ്ലഡിൽ ഈ സാധനം ഉണ്ട്. ശരി. ഈ പറയും പോലെ വീട്ടിൽ വന്ന് കയറിപ്പോ റാഗ് ചെയ്തല്ലേ വീട്ടിൽ കയറ്റിയത്. ചേച്ചി ഹൗസ് വൈഫാ? അത് വർക്ക് ചെയ്യുന്നുണ്ട്? ആദ്യം വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്കൊന്നും സമയം കിട്ടാറില്ലല്ലോ. പുള്ളിക്കാരത്തിയാണ് 3 പേരെയും സംഗീതം പഠിപ്പിക്കാനും ഇതിനൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അമ്മ വഴക്ക് പറയത്തൊന്നുമില്ല, അമ്മ ഫുൾ സപ്പോർട്ട്. അല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ട്. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യേണ്ട സമയത്ത് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്യണമെന്നുണ്ട്. അതിന്റെ പേരിൽ എല്ലാ ദിവസവും എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാവും. നാച്ചുറൽ. സാർ ഇപ്പം ഗവൺമെന്റ് സർവീസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അതും ഈ സംഗീതവും കൂടെ എങ്ങനെയാ സാർ പറ്റുന്നത്? ഗവൺമെന്റ് സർവീസിൽ എനിക്ക് ലീവ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മറ്റേ അവാർഡ് കിട്ടിയല്ലോ, തേന്മാവൻ കൊമ്പത്തിന്റെ അവാർഡ് കിട്ടി. അതിനുശേഷം സാംസ്കാരിക വകുപ്പും ഞാൻ KSF-ലാണ്. അപ്പൊ ധനവകുപ്പൊക്കെ ചേർന്നിട്ട് എനിക്ക് സ്പെഷ്യലായിട്ട് ലീവ് തന്നു. ഈ ഒരു കുഞ്ഞു പിയാനോ ഇല്ലേ, ഇത് പിയാനോ ആണെന്ന് അറിയാൻ മേലെ പിള്ളേർക്കൊക്കെ ശരിക്കും നമ്മള് കരയുന്നേരം ഒക്കെ മേടിച്ചു കൊടുക്കുന്ന ഒരു സാധനമാ. പക്ഷെ ഇത് ശരിക്കും അങ്ങനത്തെ ആണോ അതോ ഇത് ശരിക്കും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്? മെലോഡിക്ക അല്ലേ? ഞാൻ ആദ്യം വിചാരിച്ച സർ തെറ്റിദ്ധരിക്കല്ലേ. പണ്ട് എക്കോഡിയൻ ഉണ്ടായിരുന്നല്ലോ, നെഞ്ചത്തി ഇങ്ങനെ വെച്ചിട്ട് എക്കോഡിയന്റെ ചെറിയൊരു പതിപ്പാണിത്. അത് ഇങ്ങനെ വെച്ച് വായിക്കുന്നു, ഇതിന് വിൻഡ്. ഓ അത് ശരി. അതൊന്ന് കാണിച്ചു തരാമോ? എനിക്കറിയാൻ മേലായിരുന്നു എന്റെ പ്രേക്ഷകർക്കും. ഒരു പാട്ട് അതിലൊന്ന് പാടി കാണിച്ചു തരാം.